എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ? പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ദുബായിൽ പോയത്, എന്താണ് ഇവളെയും കൊണ്ട് ഈ 7ാം മാസത്തിലൊക്കെ നീ എന്തിനാണ് ദുബായിക്ക് ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ദുബായിൽ എത്തിയിട്ട് നമുക്കുള്ള മെയിൻ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ എടുക്കാനും അതിനാണ് നമ്മൾ മെറ്റേണിറ്റി ഷൂട്ടിന് വേണ്ടിയാണ് ദുബായിക്ക് പോയത്. അപ്പോൾ അതുകൊണ്ട് ആര് ഫോട്ടോ എടുക്കും അങ്ങനെ. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് വൈഫ് പറയുന്നത് എന്നോട്, കല്യാണത്തിനെടുത്തില്ലേ നമ്മളെ കൃഷി ഫോട്ടോഗ്രാഫർ, അപ്പോൾ അവർക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കൃഷി ഫോട്ടോഗ്രാഫർ മെസ്സേജ് അയച്ചു. എൻ്റെ ഫ്രണ്ടാണ്. ആ മെസ്സേജ് അയച്ചപ്പോൾ അവൻ പറഞ്ഞ എടുത്ത വഴിക്ക്, എടാ ഞങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല ദുബായിലൊക്കെ ഞങ്ങൾ എല്ലാ ഷൂട്ടും നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞവരോട് ഇന്ന ഡേറ്റിന് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞ ഉത്തരം മാത്രമേ ഉള്ളൂ, എന്താ പറയുക, നിങ്ങൾ അവിടെ എത്തിയിട്ട് എന്ന് എത്തുന്ന വെച്ചാൽ പറയുക. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു എവിടേക്ക് വെച്ച്. നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ. നമ്മളെ നാടാണ്, നമുക്ക് പറയാം ഇന്ന ഭാഗം ഇന്ന ഭാഗം. ദുബായിൽ നമുക്കൊന്നും അറിയില്ല, നമ്മൾ ആദ്യമായിട്ട് പോകുന്നതല്ല. അപ്പോൾ അവർ തന്നെ നമ്മോട് പറഞ്ഞു ഇന്ന ടൈം, അത് വൈകിട്ടൊരു 4 o'clock അവിടെ എത്തിയാൽ മതി. നമുക്ക് അവർ ലൊക്കേഷനും നമ്മുടെ ആളുടെ ഡ്രസ്സും എല്ലാം അവർ പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്താ വെച്ചാൽ നമ്മളെ വിളിച്ചിട്ട് ചില അഡ്വാൻസ് ചോദിക്കും, ഫണ്ട് കാര്യങ്ങൾ, അതൊന്നും ഉണ്ടായില്ല. പിന്നെ അപ്പുനെ ഞാൻ വിളിച്ചു. അപ്പോൾ അപ്പു പറഞ്ഞു നീ അവിടെ എത്തിയാൽ മതി, എത്തിയിട്ട് മെസ്സേജ് അയച്ചാൽ തരാം. ചെന്നപ്പോൾ തന്നെ അപ്പുനെ കല്യാണത്തിനുണ്ടാവും. അപ്പോൾ അപ്പു ഉണ്ടായിരുന്നു അവിടെ ഫോട്ടോ എടുക്കാൻ. പിന്നെ ഞങ്ങളവിടെ ചെന്ന് ഞങ്ങളവർ മെസ്സേജ് അയച്ചു ഇന്ന ഭാഗം. അങ്ങനെ ഞങ്ങൾ ഒറിജിനൽ ലൈഫിൽ അവിടെ പോയിട്ടാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. എനിക്ക് കല്യാണം എൻ്റെ നാട്ടിൽ ഇവിടെ കല്യാണം ഉണ്ടെങ്കിലും നമ്മളെ കൃഷിയാണ് ചെയ്യാറ്. ദുബായി പോയിട്ട് വൈഫിന് എനിക്ക് പേടിയായിരുന്നു, നമ്മളിനി വേറെ ആരൊക്കെ ഫോട്ടോ എടുത്താൽ കോളാകും, ഒത്തിരി പൈസ ഒക്കെ ചിലവായിട്ട് നമ്മൾ ദുബായി പോയിട്ടെന്നൊക്കെ. പക്ഷേ മച്ചന്മാരെ, ദുബായിലെത്തിയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒരു രക്ഷയില്ല. ആ വീഡിയോ ഞങ്ങൾ അവിടെ എത്തി ഫോട്ടോസ് കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഞാൻ അപ്പോഴോട് ഇങ്ങനെ എന്നാ ഇനി ഫോട്ടോസ് കിട്ടുക കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് രാവിലെ നീച്ചപ്പോൾ ഫോൺ നോക്കുമ്പോൾ ഫുള്ള് ഫോട്ടോസും വീഡിയോസും അയച്ചത്. അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. ചെയ്ത അടിപൊളി വീഡിയോസും അടിപൊളി ഫോട്ടോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വീഡിയോ തന്നെ ഞങ്ങൾ കാണണം, പക്കയാണ്. പിന്നെ നമ്മളവിടെ ഡീലിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇനി കൃഷി ഫോട്ടോഗ്രാഫിന് എത്ര നന്ദി പറഞ്ഞാലും ഇനി എവിടെ ഫോട്ടോസ് ഉണ്ടോ. അപ്പോൾ അതേപോലെ തന്നെ എന്താ പറഞ്ഞു വെച്ചാൽ ദുബായിൽ ഏത് ഫോട്ടോ, ഇനി എന്ത് വെഡ്ഡിങ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ദുബായിൽ പോയിക്കുകയാണെങ്കിൽ നമ്മളെ കൃഷി ഫോട്ടോഗ്രാഫിക്ക് മെസ്സേജ് അയയ്ക്കുക, അവരെ കോൺടാക്ട് ചെയ്യുക. അവർ വന്നിട്ട് നമുക്ക് നല്ല ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് തരും, ചെറിയ റേറ്റോട് കിട്ടും. ഞാൻ കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചായിരുന്നു കൃഷി ഫോട്ടോഗ്രാഫിയുടെ മുന്നേ. നമുക്കറിയില്ലല്ലോ അവർ അവിടെ ഉണ്ടോയെന്ന്. നല്ല റേറ്റ് അവർ പറയുന്നത്, നല്ല റേറ്റ്. ഒരു 2 മണിക്കൂറിന് 3 മണിക്കൂറിന് അവർ നല്ല റേറ്റും കാര്യങ്ങളും പറയുന്നത്. പിന്നെ അവരെ നമ്മൾ ചിലപ്പോൾ പോയി പിക്ക് ചെയ്യണം, അവർക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുക്കണം. പക്ഷേ ദുബായിലെത്തി നമുക്ക് എല്ലാം ചെയ്തു തന്നത് നമ്മളെ കൃഷാണ്. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ ദുബായിൽ ആര് പോകുന്നുണ്ടെങ്കിലും കൃഷി ബന്ധപ്പെടുക, കൃഷി ഫോട്ടോഗ്രാഫറുടെ ബന്ധപ്പെടുക, അവരെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് എല്ലാ ഫോട്ടോസും കാരണം കിട്ടും. അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അവരുടെ വീഡിയോസും അവർ തന്ന ഫോട്ടോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് അതിനെ കണ്ടിട്ട് അഭിപ്രായം പറയുക, കമൻ്റ് അടിക്കുക. ഓക്കെ, എല്ലാ വീഡിയോസും ഉണ്ട്, ഫോട്ടോസ് ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ദുബായിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ നമ്മളെ കൃഷിയുമായിട്ട് ബന്ധപ്പെടുക, അവരെ കോൺടാക്ട് ചെയ്യുക, അവർ നമുക്ക് എല്ലാ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും അവരെടുത്ത് തരും. അപ്പോൾ ഓക്കെ, ബായ്. जाना मेरे सवालों का मंजर तू, हाँ मैं सूखा सा सारा समंदर तू, हाँ गुलाबी तू आता नहीं, सपनों से जाता नहीं, मिल जाए क्या ही बात थी, कामिल